താങ്കളുടെ നിരീക്ഷണം അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ ഈ 2013 ഓഗസ്റ്റ് 13 പൊടുന്നനെ ഈ സോളാർ സമരം LDF പിൻവലിക്കണമെങ്കിൽ അത് ശരിയാണ്, അവിടെ ആളുകളെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ട്. പക്ഷേ LDF പോലെയുള്ള CPM പോലെയുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിക്ക് ഇത്രയും ആളുകളെ തലസ്ഥാനത്ത് നിയന്ത്രിച്ച് നിർത്തുവാനുള്ള ബുദ്ധിമുട്ട് അത്ര കഠിനമായിരുന്നോ ആ സമയത്ത്? പിന്നെ അതിൻ്റെ ഒരു മറുവശമുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിന് വഴങ്ങണമെങ്കിൽ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് തിരുവഞ്ചൂറാണെന്നാണല്ലോ. അത് തിരുവഞ്ചൂർ സമ്മതിക്കുന്നുണ്ട്, ഞാൻ മുൻകൈ എടുത്ത് തന്നെയാണ് ഈ ചർച്ചകളിലേക്ക് പോയതെന്ന്. അങ്ങനെയാണെങ്കിൽ പകരം എന്ത് കിട്ടിയിരിക്കാം CPM-ന്? ആ ഒരു ആരോപണമാണല്ലോ നിങ്ങൾ ഉന്നയിക്കുന്നത്. അത് TP ചന്ദ്രശേഖരൻ കേസ് ഉന്നതരിലേക്ക് പോകുന്നത് നിർത്തിവെച്ചു. TP ചന്ദ്രശേഖരൻ കേസിന്റെ ഫയല് തിരുവനന്തപുരത്തിന്റെ കയ്യിലാണ്. TP ചന്ദ്രശേഖരൻ കേസിലെ ഉന്നതരിലേക്കുള്ള അന്വേഷണം ഉമ്മൻചാണ്ടി സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് നിർത്തിവെച്ചത് ആരായി ഒച്ചുണ്ടാക്കുന്നത്? എന്തിനാ സംസാരിക്കുമ്പോ നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ. ശരി, പത്മനാഭൻ പറയട്ടെ. നിങ്ങൾ ഇതാണ് തകരാറ്. ഇതൊക്കെ അയാളുടെ മൈക്കൊന്ന് ഓഫാക്ക്, വെറുതെ ബഹളം ഉണ്ടാക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധം അത് അങ്ങോട്ട് പോവല്ലോ, അന്വേഷണം മേലോട്ട് പോവല്ലോ. അത് തിരുവഞ്ചൂർ വിചാരിച്ചാൽ നടക്കുമല്ലോ, ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ നടക്കുമല്ലോ. കൊല്ലിച്ചവർ ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ. അത് സംഭവിക്കാതിരിക്കാനാണ് തിരുവഞ്ചൂർ പറഞ്ഞതനുസരിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാർ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഉസ്താദുമാരാണ്. അതുകൊണ്ടല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അവസ്ഥ എന്താ? 3 സീറ്റിൽ കമ്മ്യൂണിസ്റ്റും 52 സീറ്റിൽ കോൺഗ്രസും. ഇതാണ് അവസ്ഥ. അതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് എല്ലാവരോടും ഒത്തുതീർപ്പുണ്ടാക്കി. ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറയാം. തിരുവഞ്ചൂരിനെ കുറ്റപ്പെടുത്തുമ്പോൾ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണല്ലോ സോളാറിലെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അന്വേഷണം എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയതും അത്രയും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതും. കൊല്ലാൻ നിർദ്ദേശം കൊടുത്തവർ ഇന്ന് വരെ അറസ്റ്റിലായിട്ടില്ല. അവരിപ്പോഴും പുറത്താ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമല്ലെങ്കിൽ KK രമയോട് ചോദിക്കും. KK രമയെ വിളിച്ച് ചോദിക്കും, കൊല്ലിച്ചവർ അറസ്റ്റിലായിട്ടുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ കൊല്ലാൻ നിർദ്ദേശം കൊടുത്തവർ അറസ്റ്റിലായിട്ടുണ്ടോ, കേസിൽ പ്രതിയായിട്ടുണ്ടോ എന്ന് KK രമയോട് ചോദിക്കും, എന്നോട് ചോദിക്കണ്ട. ശരി, രമയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ പ്രധാനമാണ്. കാരണം ഇങ്ങനെ ഒരു ആരോപണം ഈ സമയത്ത് വരുന്നത് കൊണ്ട് പ്രധാനമാണ്. മാത്രമല്ല, കൊല്ലിച്ചവർ ആരാണെങ്കിലും അവർ അകത്തായിട്ടില്ല എന്ന കാര്യം KK രമ ആവർത്തിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു കോണ്ടസ്റ്റിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ, ഒത്തുതീർപ്പുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം KK രമ വ്യക്തമാക്കേണ്ടതാണ്. ശ്രീ വസന്ത്, മറുപടി. അല്ല, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ പത്മനാഭന് 2-3 ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, അദ്ദേഹത്തിന് വായിൽ തോന്നിയ വിടുവായത്തം വിളിച്ചു പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഷീലാ ദീക്ഷിത്തിനെ വിളിച്ചത്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മനാഭന്റെ ഫോണിൽ നിന്നാണല്ലോ വിളിച്ചത്, അല്ലെ പത്മനാഭന്റെ മുമ്പിൽ ഇരുന്നാണല്ലോ വിളിച്ചത്. രണ്ടാമത് അയാളുടെ മൈക്ക് ഓഫ്. എന്റെ പത്മനാഭ, ഇത് ജനൻ TV അല്ല. നിങ്ങൾ പറയുന്ന അനുസരിച്ച് BJP ഓഫീസിലെ വാറോൾ അനുസരിച്ച് മൈക്ക് ഓഫ് ചെയ്യാനും ക്യാമറ ഓഫ് ചെയ്യാനും ലൈവ് ഓഫ് ചെയ്യാനും ഒന്നും ഇത് ജനൻ TV അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അവിടെ ചെന്ന് പറഞ്ഞാലും പത്മനാഭൻ പറഞ്ഞൊന്നും അവിടെ ഓഫ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് സഭ്യതയൊക്കെ ചർച്ചയിൽ നല്ലതാണ്. അങ്ങ് ഉമ്മൻചാണ്ടിക്കെതിരായി ഉമ്മൻചാണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് കുറെ വായിൽ തോന്നിവാസം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇടപെട്ടത്. അത് ഇനിയും ഇടപെടും. സൂമിന്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടും എന്റെ ഇടപെടൽ വ്യക്തമാവില്ല എന്നതുകൊണ്ടുമാണ് ഞാൻ അപ്പോൾ നിർത്തിയത്. അങ്ങേ പേടിച്ചല്ല, അങ്ങനെ പേടിച്ച് നിർത്തുന്ന ഒരാളെ കാര്യങ്ങളിലേക്ക് വരൂ. ഇവിടെ പേടിയുടെ പ്രശ്നമൊന്നുമല്ലോ, താങ്കൾ പറയൂ, സമയം കളയാതെ. ഉത്തരം നോക്കൂ. ഈ കേസിൽ എന്താണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ്? അയാൾക്ക് ചിരിക്കണമെങ്കിൽ 1.5 മണിക്കൂർ ചിരിക്കാൻ പറഞ്ഞു. വസന്ത്, മറ്റൊരു കാര്യം കൂടിയുണ്ട്. താങ്കൾ ഇതും കൂടി ചേർത്ത് പറഞ്ഞോളൂ. ഈ TP ചന്ദ്രശേഖരൻ വധത്തിൽ ഒത്തുതീർപ്പ് എന്ന് പറയുമ്പോൾ തിരുവഞ്ചൂർ മാറി രമേശ് ചെന്നിത്തല വന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഉന്നതത്തിലേക്ക് പോയിട്ടില്ല. അല്ല, കേൾക്കൂ, ഞാൻ ഉത്തരം പറയാം. 2-3 കാര്യം. ഒന്ന്, CPM പ്രതിനിധി അടക്കം പറഞ്ഞ കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്ന് നോക്കൂ, ഈ കേസിൽ ഏറ്റവും ആദ്യം ഇടപെട്ടു. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഡെവലപ്മെന്റ് അനുസരിച്ച് ഏറ്റവും ആദ്യം ഇടപെട്ടു എന്ന് നമുക്ക് തെളിവടക്കം പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ചെറിയാൻ ഫിലിപ്പിന്റെ ഇടപെടലാണ്.
ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുന്നു അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അടുത്ത് പോയി ഈ കാര്യം സംസാരിച്ചു തുടങ്ങി. അതാണല്ലോ ഫസ്റ്റ് ഡെവലപ്മെന്റ്. അന്ന് ചെറിയാൻ ഫിലിപ്പ് ആരാ? അന്ന് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിന്റെ കടുത്ത വിരോധിയും കാലങ്ങളായി കോൺഗ്രസിനുള്ളിലെ ചില സംഘടനാ പ്രശ്നങ്ങളുടെ പുറത്ത് CPM-ലേക്ക് പോവുകയും CPM-ന് ഏറെ പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്ന് കോൺഗ്രസ് നേതാവാണ്, ഞാൻ സംശയിക്കുന്നില്ല. പക്ഷെ അന്ന് അദ്ദേഹം CPM ആണ്. സ്വാഭാവികമായും അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് എന്നതിനപ്പുറത്ത് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ഫ്രം CPM ആണ് എന്നതിൽ സംശയം വേണ്ട. രണ്ടാമത് ചെറിയാൻ ഫിലിപ്പ് തിരിച്ചെത്തുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് തിരുവഞ്ചൂർ വിളിക്കുമ്പോൾ അവിടെ ബ്രിട്ടാസ് ഉണ്ട് എന്നറിഞ്ഞ് ബ്രിട്ടാസ് അപ്പോൾ ആ ഫോൺ മേടിച്ച് സംസാരിക്കും. അല്ലാതെ തിരുവഞ്ചൂർ ബ്രിട്ടാസ് അവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുകയല്ല. വിളിക്കുമ്പോൾ ബ്രിട്ടാസ് അവിടെ ഉണ്ട് എന്നറിയുന്നു, അപ്പോൾ സംസാരിക്കുന്നു. അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ലോ, പത്മനാഭനോട് ചോദിച്ചൊരു കാര്യമാണ്. സംഘടനാ സംവിധാനം ഇത്രമാത്രം ശക്തമായ CPM-ന് ആ സമരത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമുണ്ടോ? നോക്കൂ, എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ദിവസം എന്തെങ്കിലും സെറ്റിൽമെന്റ് ആണ് നടന്നതെങ്കിൽ 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ആ സമരം പിൻവലിക്കപ്പെട്ടാൽ മതി. സ്വാഭാവികമായും CPM-ലെ നേതാക്കൾ നമ്മൾ വലിയ പ്രകോപനത്തിലേക്ക് പോകുന്നില്ല എന്ന് താഴെ തട്ടിലേക്ക് അവരുടെ കേഡർ സിസ്റ്റത്തിലേക്ക് അറിയിച്ചാൽ ആ സമരം അതേ രീതിയിൽ പോകും. പക്ഷെ ആ സമരം നിശ്ചലമായി പോയെന്നേ. ഭരണപരമായി അതിനെ പൂട്ടിക്കെട്ടാവുന്ന രീതിയിൽ ഉമ്മൻചാണ്ടി എന്താ പറയുന്ന മഹത്തായ ഒരു ഭരണാധിപൻ അതിനെ പൂട്ടിക്കെട്ടി കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ അതുകൊണ്ട് ലിജീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു. അത് ഈ സമരത്തിന്റെ വിജയമായിരുന്നുവെന്ന്. അല്ലല്ല, ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ഒന്നും ആയിരുന്നല്ലോ അവർ ആവശ്യം. ശ്രീ മഞ്ജുഷ്, എനിക്ക് തോന്നുന്നു അന്ന് അങ്ങ് മാതൃഭൂമിയിലാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ഒരാളാണ്. അങ്ങേക്ക് വളരെ കൃത്യമായ ഓർമ്മയുണ്ടല്ലോ, അന്ന് ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ആവശ്യം നമ്മൾ പോലും കേൾക്കുന്നത് അന്ന് പാർട്ടി സെക്രട്ടറി സമ്മേളനം വിളിച്ച് ഈ സമരം പിൻവലിക്കുന്നു എന്ന് പറയുമ്പോഴാണ്. ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു ഞങ്ങളുടെ ആവശ്യമെന്ന് സമരം പിൻവലിക്കപ്പെട്ടതിന് ശേഷമാണ് CPM നേതാക്കൾ പറയുന്നത്. തോമസ് ഐസക്കിനോട് ചോദിക്കുമ്പോൾ തോമസ് ഐസക്ക് അന്ന് മാധ്യമങ്ങളോട് തട്ടിക്കറിയണം, നിങ്ങൾ വായിൽ തോന്നിയൊന്നും CPM-നെ പറ്റി പറയരുത്, ഞങ്ങൾ അങ്ങനെ സമരം പിൻവലിക്കില്ല എന്നല്ലേ പറഞ്ഞത്. ഇവരുടെ ആവശ്യം ആ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി സഹാബ് പിണറായി വിജയൻ, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്ന് വളരെ കൃത്യമായി പറഞ്ഞത്, ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, ആ ഉമ്മൻചാണ്ടി രാജിവെക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരടി പിറകോട്ട് പോകില്ല. ഞാനടക്കമുള്ള നേതാക്കൾ AKG സെന്ററിൽ പോയി വിശ്രമിക്കുകയാണ്, കാത്തിരിക്കുകയാണ് സഖാക്കളെ. നമ്മൾ പിന്മാറും. എപ്പോൾ പിന്മാറും? ഉമ്മൻചാണ്ടി രാജിവെച്ച് പുതുപ്പള്ളിയിലേക്ക്, തന്റെ പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നത് കണ്ട് കൈയടിച്ച് അടുത്ത തവണ ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ ഒത്തുകൂടും. അന്നാണ് ഈ സമരം പിൻവലിക്കുക എന്നാണ് അന്നത്തെ പ്രസംഗം. ബൈറ്റ് ന്യൂസ് 8-ന്റെ ആർക്കൈവ്സിൽ കാണും. ഈ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ജുഡീഷ്യൽ അന്വേഷണം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫുൾ ക്ലെയിമും പിൻവലിച്ച് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം. ഇല്ല, ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ഓപ്ഷനാണ്. കോൺഗ്രസ് പറയുന്നു, നോക്കൂ, നിങ്ങൾക്ക് ഈ സമരം പിൻവലിക്കണമെങ്കിൽ ഞങ്ങൾ ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു, ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തെ ഭയപ്പെടുന്നില്ല. അതിലെന്തെങ്കിലും സെറ്റിൽമെന്റ് നടന്നെങ്കിൽ ശ്രീ മഞ്ജുഷ്, ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി 6 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ച് ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ പോയിരുന്ന ഒരു മനുഷ്യനുണ്ട്, അങ്ങേക്ക് അറിയാമല്ലോ. ഇന്ന് പലരും അന്വേഷണത്തിന്റെ വാറോല കാണുമ്പോൾ മോദിയെ പോയി കണ്ട് സെറ്റിൽ ചെയ്യുന്ന പോലെയല്ല. 6-7 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ചൊരു മുഖ്യമന്ത്രി ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ അവസാനത്തെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാണ് മടങ്ങിപ്പോയത്. അപ്പൊ ആ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പിന്നീട് നടന്ന അന്വേഷണത്തോട് സഹകരിക്കേണ്ട കാര്യമുണ്ടോ? നോക്കൂ, ഇതിനുശേഷം 2 ഗവൺമെന്റുകൾ മാറി വന്നില്ലേ? പിണറായിയുടെ 1ാം ഗവൺമെന്റും 2ാം ഗവൺമെന്റും വന്നു. സാങ്കേതികമായ സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ ആ സമരം പിൻവലിക്കപ്പെട്ടതാണ് എന്നിരിക്കട്ടെ. അതായത് സോളാർ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആർഗ്യുമെന്റുകളും ഞങ്ങൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ആ സമരം പിൻവലിക്കാൻ കാര്യം സാങ്കേതികത്വമാണ് എന്ന് ലിജീഷ് അടക്കമുള്ളവർ സമ്മതിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞിരുന്ന ഏതെങ്കിലും ആർഗ്യുമെന്റ് ഇവരുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായി 7 വർഷം ഭരിച്ചതിന് ശേഷം പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ സമരവും ആ ആർഗ്യുമെന്റുകളും അതുമെല്ലാം അന്നത്തെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി, അതിനെ താഴെ ഇറക്കാൻ വേണ്ടി കളിച്ച കളിയുടെ ഭാഗമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട.